ഹായ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ സ്കൂൾ എക്സാമിൽ ഒരു മെയിൻ സബ്ജക്റ്റാണ് സോഷ്യൽ. എത്ര പഠിച്ചാലും നമ്മൾ ഏതെങ്കിലുമൊക്കെ പോയിന്റുകൾ മറന്നു പോകും. ഈ പോയിന്റുകളൊന്നും മറന്നു പോകാണ്ട് നമുക്ക് എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും ക്യാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നത്. ഒരു ദിവസം എല്ലാ പാഠഭാഗങ്ങളിലെയും മെയിനായിട്ടുള്ള എല്ലാ പോയിന്റുകളും നമ്മൾ എടുത്ത് പറയണമെന്നുണ്ട്. അതിൽ ഈ ക്ലാസ്സുകളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പാഠഭാഗങ്ങളിലെയും എല്ലാ ഭാഗങ്ങളും കിട്ടും. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ എല്ലാ ഭാഗങ്ങളും ക്യാച്ച് ചെയ്യാൻ നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചിട്ടാണ്. ഇന്ന് നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പഠിക്കാം. ഫ്രഞ്ച് വിപ്ലവത്തെക്കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് 3 പ്രസ്താവനകളെ പരിചയപ്പെടാം. ഫസ്റ്റ് പ്രസ്താവന പറയുന്നത്, ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. എന്താണ്? ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം. ഞാനാണ് രാഷ്ട്രം, രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ്, അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇത് പറഞ്ഞ ആളാരാന്നറിയോ നിങ്ങൾക്ക്? ലൂയി 14. അടുത്ത പ്രസ്താവന പറയുന്നത്, എനിക്ക് ശേഷം പ്രളയം. അത് പറഞ്ഞത് ലൂയി 15. എന്താ പറഞ്ഞത്? എനിക്ക് ശേഷം പ്രളയം, ലൂയി 15. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ, മേരി ആൻറ്റോയിനറ്റ്. എന്താ പറഞ്ഞ്? നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ, കേക്ക് തിന്നുകൂടെ. അത് ഈ പറഞ്ഞ വ്യക്തികളും പറഞ്ഞ പ്രസ്താവനകളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ പ്രസ്താവനകളൊക്കെ കേൾക്കുമ്പോൾ ഇത് 17, 18 നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിലെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവിടുത്തെ ഭരണരീതിയും ഭരണാധികാരികളുടെ സ്വാർത്ഥതയും. അന്ന് ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തരംതിരിച്ചിട്ടുള്ളത്. ഒന്നാമത്തെ എസ്റ്റേറ്റിൽ പുരോഹിതന്മാരും, രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാരും, മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ, എഴുത്തുകാർ, അഭിഭാഷകർ, ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്കർമാർ എന്നിവരടങ്ങിയ മധ്യവർഗം, കർഷകർ, കൈത്തൊഴിലുകാർ. ഇത്രയും ജനങ്ങൾ മൂന്നാമത്തെ എസ്റ്റേറ്റിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്നാമത്തെ എസ്റ്റേറ്റിൻ്റെയും രണ്ടാമത്തെ എസ്റ്റേറ്റിൻ്റെയും കയ്യിലായിരുന്നു സമ്പത്ത് മുഴുവനും ഉണ്ടായിരുന്നത്. അവർ ഭൂപ്രഭുക്കന്മാരും ഭരണാധികാരികളുമായിരുന്നു. ഇതിന് പുറമെ അവർക്ക് നികുതി ഉണ്ടായിരുന്നില്ല. എന്നാൽ മൂന്നാമത്തെ എസ്റ്റേറ്റ്, അതായത് നമുക്കിതിലത്തെ ആൾക്കാരെ നോക്കിയാൽ തന്നെ അറിയാം, ഒക്കെ സാധാരണ ആളുകളാണ്. ഈ ഭൂരിഭാഗം വരുന്ന മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരുടെ ജീവിതം എന്നാൽ ദുരിതപൂർണ്ണമായിരുന്നു. കാരണം ഈ നികുതി മൊത്തം ഈ തേയില എന്ന പേരിലുള്ള ഭൂനികുതി, അങ്ങനെ എല്ലാ നികുതികളും ഏർപ്പെടുത്തിയിരുന്നത് ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർക്കായിരുന്നു. ഈ ഫ്രാൻസിൽ നിലനിന്നിരുന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത്. ഫ്രാൻസിലെ ഈ അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നവരിൽ അക്കാലത്തെ ചിന്തകളും ചിന്താധാരകളും പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടവരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ആരൊക്കെയാണെന്ന് ഒന്നുകൂടി നമുക്ക് ശ്രദ്ധിക്കാം, കാരണം അവർ വളരെ ഇമ്പോർട്ടൻ്റ് ആൾക്കാരാണ്. റൂസോ, വോൾട്ടയർ, മോന്തസ്ക്യൂ. ഇനി നമുക്ക് വോൾട്ടയറുടെ ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പുരോഹിതന്മാരുടെ ചൂഷണത്തെക്കുറിച്ചു പരിഹസിച്ചു. യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. ഏതൊക്കെയാണ് വോൾട്ടയറുടെ? പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു, യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു.
ഇനി അടുത്തത് നമ്മൾ റൂസോയെ കുറിച്ച് പഠിക്കാം. റൂസോയുടെ ആശയങ്ങൾ പറയുന്നത് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. ഇത് രണ്ടും റൂസോയുടേതായിരുന്നു. ഏതൊക്കെയായിരുന്നു? സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കി. അതുപോലെ തന്നെ ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു. ഇനി അടുത്ത നമുക്ക് മോന്തസ്ക്യൂവിന്റെ ആശയങ്ങൾ നോക്കാം. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. ഏതൊക്കെയാണ് മോണ്ടസ്ക്യൂവിന്റെ? ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു. ഈ പ്രധാനപ്പെട്ട 3 ചിന്തകരും ഈ ആശയങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാ എക്സാമിനും ചോദിക്കണം 3 ആൾക്കാരാണ് ഇവർ. ഫ്രഞ്ച് വിപ്ലവത്തെ ഏറെ സ്വാധീനിച്ച 3 ആശയങ്ങളാണ് ഇവ. ഇനി അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അതിലാണ് നമ്മൾ നെപ്പോളിയൻ്റെ വരവും ഒക്കെ പഠിക്കുന്നത്. അതുവരെയും ബായ്.